കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊലീഗ് പുള്ളിക്കാരത്തി തമിലിയനാണ്. അന്നേരം 10 years ആയിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ 10 years ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പുള്ളിക്കാരത്തി അപ്പടി അപ്സെറ്റ് ആയിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി മാതാവിനെ പറ്റി ഷെയർ ചെയ്യാം, കൃപാസനത്തെ പറ്റി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ കൃപാസനത്തിലെ കാര്യവും തൈലത്തിലെ കാര്യവും ഒക്കെ പറഞ്ഞ് ഇച്ചിരി തൈലം കൊടുത്തു. എന്നിട്ട് വിശ്വാസ പ്രമാണം പറയണമെന്ന് പറഞ്ഞു, വയറ്റിൽ എണ്ണ തേക്കണമെന്നും പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, 1 month കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കൺസീവായി. ആൻഡ് ഞങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഷോക്കായിരുന്നു. വെച്ചാൽ ഇത്രയും നാളായിട്ട് ഒരു 1.5 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് അന്നേരം തുടങ്ങി അറിയാം. അന്നേരം ഞങ്ങൾക്ക് തന്നെ കുടുംബമായിട്ട് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ട്രിപ്ലെറ്റ്സിനെയാണ് കൺസീവ് ചെയ്തത്. ഈ ട്രിപ്ലെറ്റ്സിൽ 2 മാസം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതായി. അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം. അന്നേരം ഞങ്ങളും പ്രാർത്ഥിച്ചു, അവരോടും പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആവേ മറിയ. എൻ്റെ പേര് തനുജ അനിൽ. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഉടമ്പടിയെ പറ്റി ഞാൻ 2019 എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ആ വർഷത്തെ ലീവിന് ഞാൻ 2019 ജൂലൈയിൽ ഇവിടെ വരാൻ പറ്റി എനിക്ക്. അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എനിക്ക് എടുക്കാൻ സാധിച്ചു. അന്ന് എൻ്റെ ഈ മോളുടെ പേര് ആൻഡ്രിയാൻ അന്ന് 3.5 വയസ്സ് പ്രായമുണ്ട്. മോൾ ആക്ച്വലി പ്രീ ടേം ആണ്. നേരം ആ സമയത്ത് 3.5 വയസ്സ് വരെ കുഞ്ഞ് ഒന്നും ചവച്ച് കഴിക്കത്തില്ല. എല്ലാ ഫുഡും ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. വിശക്കുവാണെങ്കിൽ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ, വേറെ ബിസ്ക്കറ്റോ അങ്ങനെ വേറെ സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല. അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് ഇനി മുമ്പോട്ട് 3.5 വയസ്സായാലും ചവച്ചൊന്നും കഴിക്കത്തില്ലല്ലോ. അന്നേരം ഒത്തിരി വിഷമത്തോടെയാണ് ഞാനിവിടെ കടന്നു വന്നത്. അന്നേരം മാതാവിൻ്റെ അടുക്ക് എൻ്റെ ഈ വിഷയം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ആ ദിവസം തുടങ്ങി ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങി മോക്ക് ഞങ്ങൾ സോളിഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് സോളിഡ് ഫുഡ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കുഞ്ഞിന് കഴിക്കാൻ തുടങ്ങി. പതിയെ ഫുൾ ഇപ്പോഴാണേലും സമയമെടുക്കും, പറയാണേലും ഫുൾ അതിൽ പിന്നെ ഞങ്ങൾ ഗ്രൈൻഡഡ് ഫുഡ് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കിപ്പം 6.5 വയസ്സ് പ്രായമുണ്ട്. നേരം ജനിച്ചപ്പം തുടങ്ങി കോൺസ്റ്റിപ്പേഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരം 5-6 days എടുക്കും മോഷൻ ഒന്ന് പാസ് ചെയ്യാൻ. അന്നേരം ഈ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഫുഡ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര വയറ്റ് വേദനയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം 2021 നവംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്നപ്പം എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അന്നേരം ജോസഫ് അച്ഛൻ്റെ അടുക്ക് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പം ജോസഫ് അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച് തൈലം മോളുടെ വയറ്റിൽ പരട്ടാൻ വേണ്ടി തന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മോളുടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ്ലി മാറുകയും 6.5 years ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം മുഴുവനും മാറുകയും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ 2019 ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും IELTS എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒക്ടോബറിൽ IELTS ജനറൽ മൊഡ്യൂൾ എഴുതാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്ത് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിപ്പറേഷനൊന്നും സമയമില്ലായിരുന്നു. അതായത് 2019 ഒരു സാക്ഷ്യം കേട്ടിരുന്നു. ആ മകന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനയും ചൊല്ലി പോയി IELTS എഴുതി ഫുൾ 9 ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റും കൊണ്ട് ഞങ്ങൾ പരീക്ഷ എഴുതി. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ വലിയ പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് 2 പേർക്ക് 8.5 ബാൻഡും 7.5 ബാൻഡോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. അത് വേറൊരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ അങ്കിൾ, പുള്ളി ഹൈപ്പർടെൻസീവ്, ഡയബറ്റിക്, പിന്നെ കൊളസ്ട്രോൾ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. നേരം പുള്ളിക്ക് November 2021 കോവിഡ് ബാധിച്ചു. ബിലീവേഴ്സിൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു. എന്നിട്ട് പറഞ്ഞു എല്ലാവരെയും അറിയിക്കേണ്ടവരെ നിങ്ങൾ അറിയിച്ചോ, ഇനിയും 2 ലങ്സും ഫുൾ പോയിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ എൻ്റെ ഫാദറിലോയ്ക്കും മദറിലോയ്ക്കും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. ഈ അങ്കിളുടെ വിഷയം വെച്ച് ഞങ്ങൾ അന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. വിത്തിൻ 2 weeks അങ്കിൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഡിസ്ചാർജായി വീട്ടിലെത്തി. ഒരു കോവിഡിൻ്റെയും പോസ്റ്റ് സിംറ്റംസ് ഇല്ലാതെ, ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടിക്കകത്ത് വെക്കാത്ത ഒരു വിഷയമാണ്. എനിക്ക് ഒരു 2017-18 ഒക്കെ ആയപ്പം തുടങ്ങി എല്ലാ മാസവും UTIയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും.
അന്നേരം ഞാൻ സെൽഫായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും, അത് മാറും, പിന്നെ അടുത്ത മാസം, അങ്ങനെ കുറേ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുക. അന്നേരം എന്നെ എല്ലാവരും വഴക്ക് പറയും. അന്നേരം മെഡിക്കൽ ഫീൽഡായിട്ടും അറിയത്തില്ല ആൻറ്റിബയോട്ടിക് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് വേറെ രക്ഷയില്ല, അല്ലെങ്കിൽ ഞാൻ IV എല്ലാം എടുക്കേണ്ടി വരും. അന്നേരം ആ സമയത്ത് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ആ വിഷയം വെച്ചില്ല. എങ്കിലും തിരിച്ചു പോയി കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു ബോധ്യം ഉണ്ടാകുന്നത്, ഞാനിപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ എനിക്ക് UTI മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. മാതാവിന് കൂടാനക്കൂടി നന്ദി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊലീഗ്, പുള്ളിക്കാരത്തി തമിലിയനാണ്. അന്നേരം 10 years ആയിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ 10 years ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പുള്ളിക്കാരത്തി അപ്സെറ്റ് ആയിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി, മാതാവിനെ പറ്റി ഷെയർ ചെയ്യാം, കൃപാസനത്തെ പറ്റി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ കൃപാസനത്തിലെ കാര്യവും തൈലത്തിലെ കാര്യവും ഒക്കെ പറഞ്ഞ് ഇച്ചിരി തൈലം കൊടുത്തു. എന്നിട്ട് വിശ്വാസ പ്രമാണം പറയണമെന്ന് പറഞ്ഞു, വയറ്റിൽ എണ്ണ തേക്കണമെന്നും പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, 1 month കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കൺസീവായി. ആൻഡ് ഞങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഷോക്കായിരുന്നു. വെച്ചാൽ ഇത്രയും നാളായിട്ട് ഒരു 1.5 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് അന്നേരം തുടങ്ങി അറിയാം. അന്നേരം ഞങ്ങൾക്ക് തന്നെ കുടുംബമായിട്ട് ഭയങ്കര സന്തോഷമായി. അതുമാത്രമല്ല, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ട്രിപ്ലെറ്റ്സിനെയാണ് കൺസീവ് ചെയ്തത്. ഈ ട്രിപ്ലെറ്റ്സിൽ 2 മാസം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതായി. അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം. അന്നേരം ഞങ്ങളും പ്രാർത്ഥിച്ചു, അവരോടും പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും, പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ വലിയ അനുഗ്രഹം കാരണം ഒരു ഇൻ്റർവെൻഷനും ചെയ്യാതെ ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് ഡിസപ്പിയർ ആകുകയും യൂട്രസിൽ ബാക്കി 2 ട്വിൻസ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ നോർമൽ ഡെലിവറിയോടെ എൻ്റെ കൊലീഗ് ആ 2 ട്വിൻസ്, ഒരു ബോയും ഒരു ഗേളിന് അവർ സുഖപ്രസവത്തോടെ ജന്മം കൊടുത്തു. അവരോട് പ്രത്യേകം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാനോടും പറഞ്ഞായിരുന്നു. അത് ശരിക്കും വലിയൊരു അത്ഭുതമാണ്. പുള്ളിക്കാരത്തിക്ക് 9 months വലിയ ബുദ്ധിമുട്ടുകൾ, ഷുഗറിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാം മാതാവ് അവർക്ക് എല്ലാം മാനേജ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അതുപോലെ തന്നെ 2019 ഞാനിവിടെ വരുമ്പം എനിക്ക് ലോ BP പ്രോബ്ലം ഉണ്ട്. ലോ BP ആണ്, ഒത്തിരി കുറവാണ്. 80/50, 55, 45 അങ്ങനെയൊക്കെയാണ് ബ്ലഡ് പ്രഷർ. ആ സമയത്ത് BP കുറയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി തലകറങ്ങുകയും ഒത്തിരി അസ്വസ്ഥതകൾ തോന്നാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു കൃപ നൽകി. അച്ഛൻ അന്നേരം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി BP ലോ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2021 നവംബറിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എനിക്ക് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട്, കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു. അന്നേരം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോടെ 3 മാസമായിട്ട് ഭയങ്കര വേദനയാണ്, കാല് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് വേദന പൂർണ്ണമായിട്ട് മാറണമെന്ന്. അതിൽ പിന്നെ എൻ്റെ പ്ലാന്റാർ ഫേഷ്യാറ്റിസിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാതാവ് എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. ആദ്യമായിട്ട് ഞാൻ 2019 ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ കുവൈറ്റിലിരുന്ന് ഓൺലൈൻ കൂടിയപ്പം എനിക്ക് ശരിക്കും സെൻസറി പെടലിക്ക് തരിപ്പും സെൻസറി ഇച്ചിരി സെൻസേഷൻ കുറവായിരുന്നു ബാക്കിൽ. ആ ശുശ്രൂഷയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ അന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉടനെ തന്നെ എൻ്റെ ആ പെടലിയുടെ സെൻസറി പ്രോബ്ലംസും ആ തരിപ്പും പൂർണ്ണമായിട്ട് മാറി. ഇപ്പം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരു സെൻസറി പ്രോബ്ലം അങ്ങനെ ബുദ്ധിമുട്ടും ഒന്നുമില്ല. മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാനകൂടി നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു.